അപ്പൊ മ്യൂസിക്കൽ വൈബിന് വേണ്ടിയുള്ള എന്റെ റിഹേഴ്സൽ കഴിഞ്ഞു. ഞാൻ കമ്പോസ്റ്റ് ചെയ്തത് എങ്ങനെയുണ്ടെന്നാ? നീ കമ്പോസ്റ്റ് ചെയ്ത ഈ ഡാൻസ് എങ്ങനെ കമ്പോസ്റ്റ് കൂടി കൊണ്ടുവന്ന് ഇടണം. എന്തത് ഡാൻസ് അടി ചെയ്ത് എന്റെ ഡാൻസിന് ഒരു കുഴപ്പമില്ല. ഗ്രാമ്പ് ഫിനാലെ ഞാൻ അങ്ങോട്ട് തകർക്കും. ഗ്രാമ്പ് ഫിനാലെ എടി പറയുമ്പോ വ്യക്തമായിട്ട് പറയണം. ഞാൻ വ്യക്തമായിട്ട് പറയാത്തോണ്ടാണ് ഇപ്പൊ ഒരു ഡയലോഗ് കിട്ടാൻ ഒരു അവസരം കിട്ടിയത്. എടി പിന്നെ ഗ്രാമ്പ് ഫിനാലെ അല്ലെന്ന്, പിന്നെ ഗ്രാൻഡ് ഫിനാലെ. ഗ്രാൻഡ് ഫിനാലെ. ഈ ഗ്രാൻഡ് ഫിനാലേക്ക് മുമ്പ് തന്നെ നമുക്ക് വേറൊരു മത്സരമുണ്ട്. അതേത്? സേമിയ പൈതൽ. സേമിയ പൈതൽ അടപ്പായിസം. എന്റെ ഭഗവാനെ ഒന്ന് വാടച്ചങ്ങ് വെച്ചോണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോളാം. എങ്ങനെയെങ്കിലും ചാനലുകാരുടെ കാല് പിടിച്ചാണ് എനിക്കൊരു അവസരം മ്യൂസിക്കൽ വൈഫിൽ കിട്ടിയത്. പാട്ടിന്റെ ഐറ്റം ഒക്കെ കഴിച്ച് ഇനി പെർഫോമൻസും ഡാൻസും ആണ്. അത് പഠിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തത്തിലൊരു പയ്യനുണ്ട്, ഇൻട്രസ്റ്റിലുള്ള ഫിലിമിലൊക്കെ ഉള്ള പയ്യൻ വരുന്നുണ്ട്. ഞാൻ കാല് പിടിച്ച് പറയാണ്, വായിൽ നിന്ന് വിവരക്കേടിന്റെ ഘോഷയാത്ര വരുത്തരുതേ. നമുക്ക് മൊത്തം സാറ് 10 CR ആണ് നമുക്ക് പറഞ്ഞേക്കുന്നത് സാറേ. സാർ ഞാൻ കഴിഞ്ഞ ഡിസ്കഷനിൽ എണിച്ചെന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ സാറേ. എനിക്ക് ഈ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഊണിനിടയിലുള്ള ആ പൊരിച്ചമീ എന്തിനാണ് സാറേ എടുത്ത് മാറ്റുന്നത്? അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സാറിന് എങ്ങനെ സാറേ 10 CR മുതലാവുന്ന? സാറേ പൊരിച്ചമീ എടുത്ത് മാറ്റില്ല സാറേ. ഇനി ഞാൻ ഷൂട്ട് നിർത്തിയിട്ട് ഞാൻ പോകും. ഞാൻ വെക്കാം സാറേ. ഞാൻ വിളിക്കാം അങ്ങോട്ട്. രാജുട്ടാ ചേച്ചി, രാജുട്ടാ. ചേച്ചി രാജോട്ടെന്ന് എന്നെ വിളിക്കരുത്. രാജോട്ടെന്ന് എന്നെ വിളിക്കരുത്. ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്കൊരു പേരുണ്ട്, രാജ്കുമാർ. അതാണ് എന്റെ നിക് നെയിം. ചാനലിൽ നിന്ന് അവർ വിളിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് ഗ്രൂമിങ്ങിന് സമയമായി. നാളെയാണ് ഗ്രൂമിങ്. ഇപ്പോഴും പോകണം. അല്ല, അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞോട്ടെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ചെയ്യങ്ങോട്ട്. ഇതിന് കുറച്ച് ചിട്ടാവിട്ടങ്ങളുണ്ട്. ഓക്കെ. അതായത് കാശിന്റെ കാര്യത്തിൽ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ അല്ലേ? പൈസ നമ്മുടെ വാരി തരും. ദക്ഷിണയുടെ പേരില് ഊരാം. അപ്പോഴേ നമുക്ക് ഈ ചടങ്ങായിട്ട് വെറ്റിലയിൽ ഒരു ക്രിയ ഉണ്ട് പഠിപ്പിക്കുന്നതിന് മുമ്പ്. നിനക്ക് മുറുക്കുന്ന ശീലം ഉണ്ടാടേ? മുറുക്കുന്ന ശീലം അതല്ലെന്ന്. പിന്നെ ഈ വെറ്റിലയില് നമ്മള് അടക്കിയൊക്കെ വെച്ചിട്ട് അതിന്റെ ഇടയില് ചുണ്ണാമ്പ് അങ്ങനെയല്ല തേക്കണം. ചുണ്ണാമ്പ് ഇങ്ങനെ തേക്കണം. അത് ചുണ്ണാമ്പല്ലെന്ന്. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റെപ്പ് എന്തെങ്കിലും ഒന്ന് പഠിപ്പിടാ. സ്റ്റെപ്പ് പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ നിങ്ങൾ ആരാണ് പെർഫോം ചെയ്യുന്നത്? ഞാനാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ പുതിയ റൗണ്ടില് അണ്ണന്റെ ഒരു പാട്ടുണ്ടാ. ചാനലുകാർ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, പ്രേമേ ചാനലിൽ വരുന്നതല്ലേ, ഹസ്ബൻഡിന്റെ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് കാഴ്ച വെക്കേണ്ടതെന്ന്. അപ്പൊ അതുകൊണ്ട് ചേട്ടനൊരു പാട്ടാണ് ഫസ്റ്റ്. അപ്പൊ ചേട്ടന്റെ പാട്ടൊന്ന് നോക്കട്ടെ. ഞാനേ ചെന്നപ്പോ തന്നെ ഞാനൊരു പാട്ട് പാടുന്ന നോക്കിയാൽ നിർബന്ധം. അപ്പൊ ആ പാട്ട് ഞാനങ്ങ് പാടാം. പാടേട്ടാ. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ, ആദി സർഗ താളം വാർന്നതിവിടെ, ആരിവിടെ കൂരിരുട്ടിൽ മടകൾ തീർത്തു. എല്ലാം കൂടെ ഈ ഭാഗത്ത് നടക്കൂ? എല്ലാം ഈ ഭാഗത്ത് നടക്കൂല. ഞാൻ വെച്ച് ചൂളോടിക്കാൻ പറ്റൂ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇവിടെ ഇട്ട് തട്ടുന്ന? അങ്ങനെ പാട്ട് വരൂ. ഇങ്ങനെ ഒരു റൗണ്ട് വരണം. എന്നാ പാട്ട് വരണമെങ്കിൽ അങ്ങനെ ഒരു റൗണ്ട് വേണം. പേട്ടത്തി തട്ടി പാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റൗണ്ട് ഇല്ല അവിടെ. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ രണ്ടുപേരുടെ താമരാക്ഷനിൽ ഔട്ടാവൂലേ? മറ്റേ മ്യൂസിക് ഒക്കെ കേട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കൂലേ നിങ്ങള്? താമരാക്ഷൻ ഡൈറ്റ് ഒക്കെ വന്ന താമരാക്ഷനില് എലിമിനേഷൻ ഔട്ടാവൂലേ? അപ്പൊ ഇങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. കരഞ്ഞോണ്ട് കാര്യമില്ല. ഒന്ന് പ്രശ്നം എനിക്ക് മനസ്സിലായി. കുടുംബത്ത് കലയില്ല. അയ്യോ, കുടുംബത്തില് കലയുണ്ട്. എങ്ങനെ? നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ആടിന് വരെ നാടോടി നൃത്തം ഡാൻസും കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സംഭവം വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ അച്ഛന് ഈ നാടോടി നൃത്തത്തിന് ഒരു അസഗതി ഉണ്ട്. എന്റെ ബലമായ സംശയം അച്ഛന്റെ ഈ ഒരു ആത്മാവ് ഈ ആടിന്റെ ദേഹത്ത് അടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് ഒത്ര ഉറപ്പ്? അമ്മയുടെ തലവെട്ടം കണ്ടാൽ മതി, ആട് അവിടെ നിന്ന് പിടിക്കും. നീ ആടിന്റെ കഥ ഒന്നും പറയല്ലേ? ഇവള് ആട് കാണിച്ച് വേല എന്തെന്ന് അറിയാമോ? ഞാൻ എഴുതിയ കവിത പ്രസിദ്ധീകരിക്കാൻ പറ്റിരുന്നത് ഇവള് ആടെടുത്ത് തിന്ന്. ഒരു കലാകാരന്റെ കവിത ആടെടുത്ത് വിഴിഞ്ഞ കവിത എഴുതുമല്ലേ? പിന്നെ കവിത എഴുതും. അപ്പൊ നിങ്ങൾ കലാകാരനാണ്. ആ കവിത ഒന്നും മുള്ളൂ, ഞാനൊന്ന് കേക്കട്ടെ. അല്ല, എനിക്ക് എഴുതാനേ അറിയാവൂ. പാടുന്നത് എവിടാ ആണല്ലേ? ഞാന് എന്നാ ഒന്നും പാടാതെ. അയ്യോ, ചാനലിൽ മാത്രം റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന സാധനമാണ്. ചാനലിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ റിലീസ് ചെയ്തെന്നും പറഞ്ഞ് ചാനലിന് വിഷയം ഉണ്ടാവോ? അത് കുഴപ്പമില്ല, ചെയ്തോളൂ. നല്ലതാ അത്. കാക്കേ കാക്കേ നിന്റെ കൂടെ വീട് ഒന്നു ചൊല്ലൂ കറുമ്പൻ കാക്കേ, കുഞ്ഞിന് സ്നാക്കി വാങ്ങാനായി ചന്തയിൽ പോയതാണോ, ചന്തയിൽ പോയതാണോ. ആ സമയത്ത് കാക്കക്കൂട്ടിൽ
കുയിലുകൾ വന്ന് മുട്ടയിട്ടു, മുട്ട വിരിഞ്ഞു കുഞ്ഞായി, കുഞ്ഞു പരന്ന് പാട്ടിന് പോയി. തന്തയാര് തള്ളയാര് കൺഫ്യൂഷനായി കുയിലമ്മേ. ഹലോ, മൃഗാശുപത്രി അല്ലേ? ഇവിടെ ഒരാടെ ദഹിക്കാത്ത ഒരു കവിത. ഓ, ആര് കേട്ടാലും ദഹിക്കാത്ത ഒരു കവിത. ഓ, വരോ? ഓ, വരും. ഓ, കുഴപ്പമില്ല. ഞാൻ നോക്കാം, കുഴപ്പമില്ല. ആരും കേട്ടാ മൃഗാശുപത്രി നാളെ വരും. എന്തിന്? അല്ല, ആരും കേട്ടാലും ദഹിക്കാത്ത ഒരു കവിത എടുത്ത് വിരിഞ്ഞു. ഇപ്പൊ മനസ്സിലായി, കവിതയുടെ പവർ മനസ്സിലായി. അതല്ല, മറ്റേ കവിത പ്രസിദ്ധീകരിക്കാനുള്ളതാണ് അടുത്തുന്നത്. ഒരു കാര്യം ചെയ്, രണ്ടുപേരും കൂടെ രാവിലെ ആ കൂട്ടിപ്പോയി നോക്ക്. പുഴുക്കാരെ കൂടെ ചിലപ്പം പ്രസിദ്ധീകരിച്ച് പ്രിന്റ് അടിച്ച് വന്നാലാ. നല്ല കിടിലൻ കവിത. ഈ കവിതയും കൊണ്ടാണോ പോണത്? നിങ്ങൾ കവിത പാടാൻ പറഞ്ഞപ്പോ ഇങ്ങനെയാണ് പാടുന്നത്. നോക്കൂ, ആ തെങ്ങിലിരിക്കുന്ന കുയിൽ പാടുന്ന കണ്ടില്ലേ? തെങ്ങിന്റെ പുറത്തിരുന്ന് കുയിലിനല്ലേ പാടാൻ പറ്റൂ, അല്ലെ ശ്രേയ ഘോഷാലിന് പാടാൻ പറ്റില്ലല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.